ഇന്ന് നോർത്ത് ഇന്ത്യയിലും മറ്റും നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജീവിക്കുന്ന ഇസ്ലാമുകൾ അന്യമായി പോയപ്പോൾ ആളുകൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല പള്ളികളും അന്യമായി പോയത്? പള്ളി പൊളിച്ചവരെ ഞാൻ ന്യായീകരിക്കുകയല്ല. ഒരുപാട് പള്ളികളും അന്യമായി പോകാനുള്ള കാരണം അവിടെ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ പള്ളികൾ ആരോ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ പല പ്രാവശ്യവും തുടർച്ചയായും അതുപോലെ ഒറ്റപ്പെട്ടും യാത്രകൾ ചെയ്യാൻ സാഹചര്യമുണ്ടായപ്പോൾ യു പിയിൽ പോയിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബാബരി മസ്ജിദ് പോയതിന് ഒന്നാമത്തെ കുറ്റക്കാർ നമ്മളാണ്. കാരണം എന്താണ്? അവിടെ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഈ പള്ളിയുടെ മഹത്വം പരിപാലിക്കാൻ ആളില്ലാതെയായി പോയി. നമ്മുടെ കൽബിൽ നിന്ന് പള്ളി പോയാൽ ബിൽഡിംഗ് ആയിട്ടൊരു പള്ളി ഇവിടെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പള്ളി പോകാൻ പാടില്ല. ഇന്ന് നമ്മുടെ പല നാടുകളിലും ആളുകൾക്ക് ജുമഅക്ക് നേരത്തെ വരാൻ സമയമില്ല. സമയമാകുമ്പോൾ ഓടി വരും. സലാം വീട്ടിയാൽ ഉടനെ പാഞ്ഞു പോകും. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഇവിടെ പള്ളിക്ക് പരിപാലിക്കാൻ ആളില്ലാതെയാകും. നമ്മുടെ പള്ളികൾ ആരെങ്കിലും കൊണ്ടുപോകും. ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകിച്ചും ആലോചിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമഅക്ക് എത്ര മണിക്കാണ് പള്ളിയിൽ പോയത്? അതിന്റെ അങ്ങേ വെള്ളിയാഴ്ച ഞാൻ എത്ര മണിക്കാണ് പള്ളിയിൽ പോയത്? വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരല്പസമയം പള്ളിയിൽ ഇരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, അൽ കഹ്ഫ് ഓതാൻ, നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിയുന്നത് വരെ ഇരിക്കാൻ, അത് കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു വരാൻ നമുക്ക് നേരമില്ലാതെ വരുന്ന കാലമായാൽ പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളികൾ ആളുകൾ കൊണ്ടുപോകാൻ വരും. നമ്മുടെ ആരാധനാലയങ്ങൾക്ക് മേൽ കൈവെക്കാൻ ആളുകൾക്ക് ധൈര്യം വരും. നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പാലിക്കാതെ വരുമ്പോൾ നമുക്കെതിരെ ആളുകൾ തിരിയും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, മഹാന്മാരായ സ്വഹാബത്ത് നമ്മുടെ കയ്യിലേക്ക് തന്ന പാരമ്പര്യമുള്ള ഇസ്ലാമിനെ അതേപടി നമ്മുടെ കയ്യിലേക്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാളും വരില്ല. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെയും കാരണം മുസ്ലിമീങ്ങളിൽ ഇസ്ലാമില്ല എന്നതുകൊണ്ടാണ്. മുസ്ലിം സമുദായത്തിന് ഇസ്ലാമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ നേരമില്ല. ഖുർആൻ പാരായണം ചെയ്യാൻ നേരമില്ല. എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നമുക്ക് നേരം കിട്ടുന്നുണ്ടോ? അങ്ങനെയില്ലെങ്കിൽ നമ്മുടെ ഖുർആനിനെ കുറ്റം പറയാൻ ആളുകൾ വന്നാൽ അതിൽ അത്ഭുതമുണ്ടോ? പള്ളിയിൽ നേരത്തെ പോകാൻ നമുക്ക് നേരമുണ്ടോ? അല്പസമയം പള്ളിയിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതില്ലെങ്കിൽ നമ്മുടെ പള്ളികൾ കയ്യേറാൻ ആളുകൾ വരുന്നതിൽ അത്ഭുതമുണ്ടോ? നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ മതസ്ഥാപനങ്ങൾക്കെതിരെ ഭീഷണികൾ മുഴങ്ങുന്നതിൽ അത്ഭുതമുണ്ടോ? ആദ്യം നമ്മളാണ് റെഡിയാവേണ്ടത്.